ഗുരുവായൂർ നമ്പല ഗുരുവായൂർ നന്ദതബയിൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പല നടയിൽ. ചിത്രം ഇതിനകം മികച്ച പ്രേക്ഷക പ്രീതിയും മികച്ച കളക്ഷനും നേടിക്കഴിഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എല്ലാം ഇടുന്നത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. ഐ ആം സജിത് വിശ്വാസം, സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ പേര് പോലെ തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പ്രേക്ഷക ലക്ഷങ്ങൾ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആടുജീവിതത്തിൻ്റെ ആ ഒരു പടം കഴിഞ്ഞ ഉടനെയാണ് ഈ ചിത്രം ഇറങ്ങുന്നത് എന്നൊന്നും ആ ഒരു പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പഴയ ആ ഒരു പൃഥ്വിരാജ് കഥാപാത്രം, തൊട്ടുമുന്നത്തെ ചിത്രത്തിലെ ആ ഒരു കഥാപാത്രം, അതൊന്നും ഈ ഒരു ചിത്രത്തിൻ്റെ കഥാഗതിയെ അതിനെയൊന്നും ബാധിക്കുന്നതേ അല്ല. കാരണം ഒരു ഹ്യൂമർ, നർമ്മത്തിൻ്റെ മേമ്പോട് ചേർത്ത് പറയുന്ന ഈ ചിത്രം വളരെ ഗൗരവമുള്ള ഒരു വിഷയം ആ ഒരു നർമ്മത്തിൽ ചാലിച്ച് വളരെ വൃത്തിയായി സംവിധായകൻ ചെയ്തിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും അപ്പോൾ പഴയ ജനറേഷനിൽ ഉള്ള എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജഗദീഷ് ചേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും അവരൊക്കെ തങ്ങളുടെ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ ആ ഒരു രക്ഷിതാക്കളുടെ റോളൊക്കെ വളരെ ഭംഗിയായി ചെയ്തു. ഇനി പുതിയ തലമുറയിലെ കഥാപാത്രങ്ങളാണെങ്കിൽ അപ്പോൾ മുൻ പരിചയമുള്ള പല നടന്മാരും, പിന്നെ എടുത്തു പറയേണ്ടതാണെങ്കിൽ ആ ഡോക്ടർ കഥാപാത്രം ചെയ്തിട്ടുള്ള ആൾ സുഹൃത്തായിട്ട്, ബേസിലിൻ്റെ സുഹൃത്തായിട്ട് അഭിനയിച്ച, അനിയനായിട്ട് അഭിനയിച്ച നമ്മുടെ കോഴിക്കോട്ടുകാരൻ കൂടിയായിട്ടുള്ള മായൻകുട്ടി അഭിനയിച്ചിട്ടുള്ള അശ്വിൻ, ഒരു ചിരി ബമ്പർ ചിരിയിലോട്ട് വന്നിട്ടുള്ള എല്ലാവരും, പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളും അമ്മവേഷം ചെയ്തവരൊക്കെ ഒന്നിനൊന്നും മികച്ച രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു ഡോക്ടർ ജോർജിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസിൻ്റെയൊക്കെ രീതിയിൽ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു രീതിയിലൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു റോള് ലവറായിട്ടുള്ള. അപ്പോൾ ഈ ചിത്രം പൃഥ്വിരാജിനെ കുറിച്ച് പലർക്കും പല സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഹ്യൂമർ കൈകാര്യം ചെയ്യുമ്പോൾ ശരിയാവുമോ, എത്രത്തോളം വിജയിക്കുമെന്നൊക്കെ. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അമർ അക്ബർ അന്തോണി, പാവാട എന്നീ ചിത്രങ്ങളിലൊക്കെ, അതിൻ്റെ ബ്രദേഴ്സ് ഡേയിലൊക്കെ അദ്ദേഹം ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു നടൻ എന്ന നിലയിൽ ഏത് വേഷങ്ങളും ഹ്യൂമർ, സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ, വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള വേഷങ്ങൾ ഏതും കൈകാര്യം ചെയ്യാൻ ഒരു പക്വതയുള്ള, തന്മയത്വം, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മെച്യൂരിറ്റി വന്ന ഒരു നടനെ സാധിക്കും. ആ ഒരു പരമ്പരയിൽ നല്ലൊരു നടൻ, ആ ഒരു കുടുംബ പരമ്പരയിൽ വന്നിട്ടുള്ള ആ ആളെന്ന നിലയ്ക്ക് പൃഥ്വിരാജ് സുകുമാരൻ അത് നേരത്തെ തന്നെ തെളിയിച്ചതാണ്. ഇപ്പോൾ ഈ ചിത്രം സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയദർശൻ, ഷാഫി ഒക്കെ ചെയ്യുന്ന മികച്ച ഒരു കോമഡി എൻ്റർടൈനർ, ഒരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കുടുംബ പ്രേക്ഷകരാണ് കൂടുതലും ചിത്രം കാണുന്നത്. അതേസമയം കോളേജ് ക്യാമ്പസ് സ്റ്റുഡൻസിനും ഏത് ജനറേഷനിൽപ്പെട്ട ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ചിത്രം തുടങ്ങുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആ ഒരു ബേസിലിൻ്റെ ആ ഒരു കല്യാണത്തിന് വേണ്ടി നാട്ടിലെത്തുന്നത് മുതൽക്കങ്ങോട്ട് ചിത്രം പിന്നെ ഒരു ചൈത്രയാത്രയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അളിയന്മാരുടെ ഒരു കോമ്പിനേഷൻ. അളിയന്മാരെക്കുറിച്ച് ഒരുപാട് ചിത്രങ്ങൾ മുമ്പ് ഹ്യൂമറിലൊക്കെ വന്നിട്ടുണ്ട്. പ്രിയദർശൻ സിനിമകളിലൊക്കെ സത്യൻ അന്തിക്കാട്, രാജസേനൻ, അങ്ങനെ എല്ലാ ഡയറക്ടർമാരും അവരൊക്കെ കുടുംബ പ്രേക്ഷകർ, ഫാമിലി എൻ്റർടൈനറുകൾ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പല നടയിൽ
ചിത്രം ഇതിനകം മികച്ച പ്രേക്ഷക പ്രീതിയും മികച്ച കളക്ഷനും നേടിക്കഴിഞ്ഞു. ഗുരു വായു അമ്പല നടയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് എല്ലാം ഇടുന്നത് പറഞ്ഞുകൊണ്ട് ഐ ആം സജിത് വിശ്വാസം, സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ.